ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് റൂം ക്ലീനിങ്. ഇപ്പൊ നമ്മളെ റൂം കണ്ട നിങ്ങൾ എല്ലാവരും ഞെട്ടിത്തരിക്കും ഗൈസ്, ഞെട്ടിത്തരിക്കും. ഞാൻ കാണിച്ചു കേട്ടോ. ഇതാ ഈടെയൊക്കെ ഫുൾ അലങ്കോലമാണ്. ഇതൊക്കെ കണ്ടാ പിന്നെ ഒന്നും പറയണ്ട. ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യലുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ, എൻ്റെ ബാഗ്, ടേബിള് പിന്നെ പറയേ വേണ്ട. ഞാൻ ഇപ്പൊ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം നമ്മളെ സ്പ്രേ കോലിൻ ഈ സാധനം ഞാൻ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. അത് ടാപ്പ്, ലാപ്പ്, ഗിംബല്, ഗുമ്പല്, മറ്റേ ക്യാൻഡില്, ഒരു കസേല ഇത് ടിപ്പിക്കൽ ഡ്രസ്. തീർച്ചയായും ഇതാ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റിയിട്ട് പുതിയത് ഇടാൻ വേണ്ടി എടുത്ത് കൊണ്ടുവച്ചാണ്. അത് ഇടാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. അതാ ഈ കാലമാടൻ. എന്നാ പിന്നെ ഒന്ന് സഹായിക്കുക. എണീക്ക് നമുക്ക് ആദ്യം ബെഡ് റെഡിയാക്കിട്ട് പരിപാടി തുടങ്ങും. ഇത് മില്ലിൽ കൊണ്ടുപോകുന്ന ബാഗാണ്. എന്തിനാ ഇങ്ങനെ ബെഡിലിടുന്നു? എപ്പോഴും എനിക്ക് വെള്ള ബെഡ്ഷീറ്റ് പ്രിഫർ ചെയ്യാൻ ഇന്നിപ്പം പ്രിഫർ ചെയ്യാൻ പറ്റിയില്ല. അല്ല, പ്രിഫർ ചെയ്യാൻ ഈ ബെഡ്ഷീറ്റ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി വിചാരിച്ചോണ്ട് നമ്മൾ വെറുതെ അല്ല, ഇതാണ് ഓർമ്മ. എല്ലാം കൂടി കോട്ടൺ ആയതുകൊണ്ട് ഇത് ചുരുങ്ങി പോയോ? ഇതിപ്പോ കീറും തോന്നുന്നു. ക്യാമറ ഒപ്പിടാ പോയി. ഇപ്പൊ ഒന്നുകൂടെ അങ്ങോട്ട് ക്യാമറ ക്യാമറ ചെറുതായിട്ട് നടിയോന്നിട്ടുണ്ട്. ഇതാ വേണം നോക്കിക്കോ, പ്രശ്നമൊന്നുമില്ല. ഇതിൽ എന്റെ കൊറേ ക്ലിപ്പ് ഉണ്ട്, ഇതില് കൊറേ സ്പ്രേ ഇത് അതൊക്കെ കാണിക്കേ വേണ്ട. അങ്ങനെ ഓറേ ഒന്നും കാണിക്കണ്ട. ഇതിൽ എന്തിലും അന്ന് അൽക്കുലത്തെ സാധനങ്ങളാണ്. ഇതുപോലെയുള്ള ട്രേ വാങ്ങിയിട്ട് കഴിച്ച് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നല്ല രസമാണ്. ഒരു രസമില്ല. ഞാനൊരു റൊട്ടേറ്റിംഗ് സ്റ്റാൻഡ് വാങ്ങി. അത് ഭയങ്കര ഒരു പൊടി പൊടിക്കുന്നു. ഞാനൊക്കെ മടുത്തു. ഇതിപ്പോ വല്യമ്മ ലണ്ടനിൽ വരുമ്പോ കൊണ്ടുവന്ന ക്രീമാ, സക്കുറ. അതുപോലെ ഇത് നല്ല അടിപൊളി സ്മെല്ലാണ്. എന്റെ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ക്രീം നോക്കോ. നൈസ് ആയിരിക്കും. വേണമെങ്കിൽ ആമസോണിൽ ആയിക്കോട്ടെ. കഴുകാനാ നമ്മൾ പണിപ്പിച്ചോക്കെ. എന്താ രസം എന്റെ കാല്. പിന്നെ ഇത് ഈ പ്രാന്തനൊക്കെ കിടന്നിട്ട് വീഡിയോ എടുക്കേ ഒന്ന് കളയട്ടെ. 150 രൂപന്റെ സെഞ്ചുറിന്ന് മറ്റൊന്ന് എന്തോ ഗിഫ്റ്റ് ഡിസ്കൗണ്ട് കടങ്ങി കളഞ്ഞോ. കാരണം ഇതിന് തന്നെ ഒരു പരിധി ഉണ്ടാവില്ല. അതിനൊന്നും കാണുന്നില്ല. എല്ലാം പറയും. കുറച്ചൊന്ന് പണിയെടുക്കുമ്പോഴത്തേക്ക് ക്ഷീണിച്ചു കൈ. കുട്ടി വെള്ളം കുടി. എൻ്റെ മോൾ വെള്ളം കുടിച്ചോ. ക്ഷീണിച്ചു. ഇതാണ് ഇവ വൃത്തിയാക്കിയത്. ഇതെന്നാ വൃത്തിയില്ലേ? അവിടെ നേരത്തെ പൊടിയുണ്ട്. ചിലപ്പോ ക്യാമറയിൽ തിരില്ല. ഇനി ഇതാ ലെറ്റ്സ് ക്ലീൻ ദിസ് ഏരിയ.
അപ്പൊ നമുക്കിനി ഈ ടേബിൾ ഏരിയ ക്ലീൻ ചെയ്യാം. ഇപ്പൊ ഈ ടേബിളിന്റെ അവസ്ഥ വളരെ 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 പരിതാപകരമാണ്. ഇത് നമ്മൾക്ക് ബി ഫോർ ബ്രെയിൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ നിന്ന് ദർശുവിന് കൊളാബ് കിട്ടിയ ടോയ് ആണിത്. ഇത് ദർശു കളിച്ച് ഇത് ഇവിടെ എത്തി. ദർശുവിന്റെ കുറെ ടോയ് ഉണ്ടാവും ചിലപ്പോൾ. ഇല്ല, ഞാൻ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ മാറ്റി. പിന്നെ ഈ ടേബിളിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കാണിച്ചാൽ തെറ്റിദ്ധരിക്കണ്ട, ഇത് ഇതിന് വേണ്ടിയിട്ടാണ്. ഏതിന് വേണ്ടിയിട്ടാണ്? ലൈറ്റർ എനിക്ക് ഒരുപാട് ക്യാൻഡിൽസ് ഉണ്ട്. അതുണ്ട്, ഇതുണ്ട്, പിന്നെ ഇതുണ്ട്, പിന്നെ ഓൾറെഡി അല്ലാതെ ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. നമ്മളാരും സ്മോക്ക് ചെയ്യാറില്ല. We are not smokers. അപ്പോ ഈ ടേബിൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിച്ച ടേബിളാണ്. ഇതിലൊരു കോമഡി ഫാക്ടർ എന്ന് വെച്ചാല് നമ്മുടെ റൂമിന് ഓൾറെഡി ചെറിയ റൂമാണ്. നമ്മൾ അവരോട് പറഞ്ഞതെന്ന് വെച്ചാല് ഈ ഒരു വിൻഡോ തൊട്ടിട്ട് ഈ ഒരു വിൻഡോ വരെ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ടേബിളാണ്. ആ ടേബിളിനും അടിയിൽ ഇതുപോലെ ഉണ്ട്, പ്ലസ് അതിന് കവറിങ്ങും ഉണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചതിന്. അപ്പോ ഇത് ചെയ്തെടുക്കാൻ തന്നെ ഏകദേശം നല്ല റേറ്റ് ആയി. അപ്പൊ പിന്നെ ആ കവറിങ് ഞാൻ പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മൊത്തത്തിൽ വെച്ചത് ഈ തട്ടും കൊണ്ടാണ്. അപ്പൊ അവരാക്കി വന്നപ്പോ സൈസും വലുതായി. മൊത്തത്തിൽ മറ്റേ ജഗജീവി സാധനം ജില്ലാംഗ്ലി ജുംഗ്ലു. പക്ഷെ ഇതില് ഇഷ്ടംപോലെ സാധനങ്ങൾ വരാറുണ്ട്. സാധനങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. എന്നാണ് ഈ മാത്രം വരുന്നത് ചെയ്യുന്നില്ല. അപ്പം ഇതൊക്കെ ക്യാൻഡിലാണ്. ഇത് പുതിയ വാങ്ങിയ ചാർക്കോൾ മാസ്ക് ആണ്. ചാർക്കോൾ മാസ്ക് ഇത് തേക്കാനൊരു മുഹൂർത്തം കിട്ടിയില്ല, അതുകൊണ്ട് തേച്ചിട്ടില്ല, ഇത് പൊളിച്ചിട്ടില്ല. പിന്നെ ഈ സാധനം ഈ റൂമിൽ ആകെ തൂക്കിയിടുവാന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് ഈ സാധനം മാത്രമേ ഉള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ, തൂക്കിയിടാൻ വേറെ സ്ഥലവും ഇല്ല. പക്ഷെ ഈ ചുമരിന് നമുക്ക് നമ്മൾ നല്ല ഫോട്ടോ വെക്കാം. എന്തിനാ വെറുതെ? പക്ഷെ പ്രശ്നമില്ല. അപ്പൊ ഉറങ്ങിയടിക്കുമ്പോ കാണൂല, പ്രശ്നമില്ല. ഉറങ്ങിയടിക്കുമ്പോ ഈ വാകയെ കിട്ടൂല. ഇത് ഉണ്ണിയാടൻ എവിടെ പോയപ്പോ കൊണ്ടുതന്നെയായിരുന്നു? ബാങ്കോക്ക്. എവിടെയെങ്കിലും പോകുമ്പോ അതായിരിക്കും. ഇത് ഉണ്ണിയാടൻ ടൂർ പോയിട്ട് കൊണ്ടുതന്നെ ഒരു സാധനമായിരുന്നു. പിന്നെ ഡ്രീം ക്യാച്ചർ. ഈ സാധനം ഗിവ് അവേ ഉണ്ട്. 4 പവൻ ഗിവ് അവേ. ഞാൻ ഇട്ട് കൊടുക്കും. ആരാന്ന് പറഞ്ഞാല് ഇത് ആണുങ്ങളുടെ അല്ല, ഞാൻ ഇട്ടെടുത്തോളൂ. അത് ഞാൻ പെണ്ണിട്ടെടുത്തോളൂ, പ്രശ്നമൊന്നുമില്ല. ഈ ഗിവ് അവേ വേണ്ടവർ എന്നെ കോൺടാക്ട് ചെയ്യുക. മൈ നമ്പർ ഈസ് 7736395994. പിന്നെ ഇത് ഞാൻ പുതിയതായി വാങ്ങിയ ഒരു പോൺസ് BB പ്ലസ് ക്രീം. ഓക്കെ, ഇത് നമ്മളെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് നകുലും ചിക്കുവും ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. നകുലും ചിക്കുവിനെ അറിയോ? നമ്മളെ ബട്ടർഫ്ലൈ വ്ലോഗ്സ്. അവരിപ്പൊ കുറച്ച് ഡൗൺ ആണ്. അവര് ഇല്ല മാസമായിട്ട് വരും. അപ്പൊ ഇതിപ്പോ മിററാണ്. ഇത് നിങ്ങൾ കുറെ പേര് കണ്ടിട്ടുണ്ടാവും. ഒരിടക്കാലത്ത് ട്രെൻഡിങ് ആയ സാധനമായിരുന്നു. ഇതിന്റെ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ. പഠിച്ചു പവർ ബാങ്ക്. ഇതിൽ നമുക്ക് വേണ്ട ഫോട്ടോ ഇടാം. രാത്രിയൊക്കെ ഇരുട് പേടിയുണ്ടെങ്കിൽ അപ്പൊ രാത്രി ജസ്റ്റ് പേടിയിലുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈറ്റിൽ ഇട്ടിട്ട് വേണം ചെറുങ്ങനെ കിടക്കാം. കുഴപ്പമില്ല. ദർശു 1-2 പ്രാവശ്യം നമ്മളോട് കിടക്കുമ്പോൾ നമ്മൾ ഈ ലൈറ്റ് ഇട്ടിട്ടേ കിടക്കുന്നത്. നമ്മളെ തന്നെ കണ്ടുകൊണ്ട് അതല്ല പ്രശ്നം. ഞാൻ ഉറങ്ങിയേക്കും. ഞാൻ പിന്നെ ഞാൻ കുറച്ച് അയൺ ചെയ്തിന്. അപ്പൊ ആ ഹാങ്ങർ എല്ലാം കുറച്ച് ഇവിടെയെല്ലാം ആയിട്ടുണ്ട്. അപ്പം ഈ മരുന്നെല്ലാം വേണം. ഇത് കഴിക്കുന്നുണ്ടോ? കൊറേ മരുന്നുണ്ടാവും കേട്ടാ. ആഴ്ചക്ക് പുതിയ മരുന്നാണ്. തുമ്മല്, ആസ്മ, ജലദോഷം, അതുണ്ടല്ലോ. നിങ്ങൾക്ക് കണ്ടില്ലല്ലോ. അതിന് ഞാൻ പ്രത്യേക വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വിക്സിനെ പോലെ തന്നെ ഒരു സാധനം. ഇത് ആര് വാങ്ങിയത്? ആര് തന്നത്? അതെയാ? അപ്പൊ ഓർഗാനിക്കാ? കേശവതീരം പ്രൊഡക്റ്റ് ആവുള്ളൂ കേട്ടോ. കൊളാബ് വന്നപ്പോ എനിക്ക് നല്ലുണ്ട്. കൊല്ല്. ഇത് ഗാർഹിക പീഡനം ഗായ്സ്. ഗാർഹിക പീഡനം. ഓ മൈ ഗോഡ്, നിങ്ങൾ കാണുന്നില്ലേ?
പിന്നെ വാച്ചില്ലേ ഒന്നിക്കൽ ഈട വെക്കണം, അല്ലെങ്കിൽ ഈട വെക്കണം, അല്ലെങ്കിൽ ഈട വെക്കണം. ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടിട്ടാണ് വെച്ചത്. ഞാൻ ഓൾറെഡി കുത്തി ഇവർക്കൊക്കെ എന്തോ അതൊന്നുമല്ല. നമ്മളായിട്ടൊരു സാധനം വെച്ച എന്റെ പള്ളി ഞാൻ നല്ല വൃത്തിക്ക് തന്നെ വെച്ചത്. അപ്പൊ വിവേകേട്ടൻ ഈ ടേബിൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു ഗൈസ്. നമുക്ക് ഈ ടേബിൾ വൃത്തികേടാക്കാം. അങ്ങനെയല്ല. ഇതൊക്കെ എന്റെ ക്യാൻവസ് ആട്ടോ. ഇതെന്റെ ലാപ്പാണ് കേട്ടോ. ലാപ്ടോപ്പ്. Yeah, you can keep it there. Laptop. Wow, correct. അതിന്റെ കവറിന്റെ കുറച്ച് പൊടിയുണ്ട്. ഈ ടേബിളിന് വേറെ കോമഡി ഉണ്ട്. അതായത് മില്ലില് കുറച്ച് റെനോവേഷൻ ചെയ്യുന്ന ടൈമാണ് ഇവിടെ നമ്മൾ ടേബിൾ ആക്കാൻ പറഞ്ഞത്. അപ്പൊ ആ ടൈമാണ് അളവിലെടുത്ത് അവിടെ പോയി. പിന്നെ ഒരു ദിവസം നമ്മൾ രണ്ടാളും ഇല്ലാത്ത ടേബിൾ ഉണ്ടെന്നല്ലേ, നമ്മൾ രണ്ടാളും ഇവിടെ ഇല്ലാത്ത പേര് ടേബിൾ ഉണ്ടെന്നത്. അപ്പൊ മില്ലിൽ അന്ന് ഞാൻ ഉണ്ടായിട്ടുമില്ല, അല്ലെങ്കിൽ ഞാൻ അവരോട് കുറച്ചുകൂടി എന്നൊക്കെ പറയട്ടെ. അങ്ങനെയല്ല, ഞാനാണ് ഈ ടേബിളിന്റെ മോഡലും ഡിസൈനും എല്ലാം പറഞ്ഞു കൊടുത്തത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ എല്ലാ സംഭവം ഇത് ക്ലിക്ക് ആയത് അതുകൊണ്ട്. എന്നിട്ട് മില്ലിൽ ഇറങ്ങുന്ന സാധനങ്ങളൊക്കെ മില്ലിൽ ഇറക്കി. അതിനുശേഷം ഇത് ടേബിൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ആരും ഇല്ലാത്തതുകൊണ്ട്, ഞാനും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ വീട്ടിൽ അമ്മോദരം ഉണ്ടായിട്ടില്ല, ഏട്ടനുണ്ടായിരുന്നു. പിന്നെ അവരവരും അത് പുറത്ത് വെച്ച് റൂമിൽ കേട്ടണ്ട പുറത്ത് വെച്ചു. ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ റൂമിൽ വെക്കണ്ട, ഡോറിന്റെ പുറത്ത് വെച്ചു. അവര് പോയി, നമ്മള് വന്ന് അപ്പൊ ഇതെടുത്ത് ഉള്ളിലേക്കാ പോകുമ്പോ ഇത്രയും വീതിയില്ല ഈ സാധനം. ഇത് നമ്മൾക്ക് ഈ ഡോറിന്റെ ഉള്ളിലേ വരുന്നില്ല. ഇതാണ് നമ്മൾ ഡോറിന്റെ വീതി. ജമ്മൻ ചെയ്തിട്ട് ഡോറിന്റെ വീതി തന്നെ. പക്ഷേ എങ്ങനെ വെച്ചു. അപ്പം ഇത് വന്നിട്ട് എന്തെന്ന് വെച്ചാൽ ഞാനിരുന്ന് അന്ന് ഉച്ചക്ക് ശേഷം നമ്മൾ രണ്ടാൾ ഇത് തന്നെയായിരുന്നു പണി. അതായത് ഈ സാധനം കംപ്ലീറ്റ് ഊരി, സ്ക്രൂ ഊരി ഫുൾ നമ്മൾ പീസ് ആക്കി. എന്നിട്ട് ഈ പീസിനെ നമ്മൾ ഇതിന് കസ്റ്റമൈസ് ചെയ്തു. നമ്മള് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് വീണ്ടും കംപ്ലീറ്റ് ഇടുന്ന് സ്ക്രൂ ചെയ്ത് ആക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ടേബിൾ ആയത്. മുന്നേ കുറച്ചുകൂടി സ്പേസിൽ പോലെ തോന്നിയത്. പക്ഷെ ഈ ടേബിൾ വരുമ്പോഴത്തേക്ക് അപ്പൊ നമ്മളെ വൃത്തിയാക്കിയ ടേബിൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മസാജർ, ആ പറഞ്ഞ മസാജർ. ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഹെയർ ഫോൾ ഒക്കെ കുറച്ച് കൂടുന്നു. കാരണം ഭയങ്കര ഹാർഡായിട്ടാണോ? ഹാർഡ്നെസ് ഇല്ല. ഇനി അങ്ങനെ ഹെയർ ഫോൾ ആവുന്നുണ്ടെങ്കിൽ ഫോൾ ആവട്ടെ. ഓക്കെ, കുറച്ച് സുഖിച്ചിട്ടല്ലേ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ കുറച്ച് സാധനങ്ങളാണ്. ഏതായാലും ഇതൊക്കെ ഇവിടെ തന്നെ നിൽക്കട്ടെ. എന്റെ വാച്ച് കുത്താൻ പറ്റിയ വയറ് ഇല്ല, ആ സാധനം ഇല്ല അല്ലെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങള്. ഇത് പിന്നെ എന്റെ ബ്ലൗസ് കാണിച്ചതാ. ഇത് ഞാൻ പുതിയതായി സ്റ്റിച്ച് ചെയ്ത മൈ ബ്ലൗസ്. ഇത് ബ്ലൗസ് ഇതാണ് മൈ ന്യൂ ബ്ലൗസ്. ഐ സ്റ്റിച്ച്ഡ് യെസ്റ്റർഡേ. നല്ല ഭംഗിയില്ലേ ഗൈസ്? യെസ്. ഇതിട്ടിട്ടില്ലേ കംപ്ലീറ്റ് ഫോട്ടോ തീർച്ചയായും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിന് കുറച്ച് മിനുക്ക് പണികൾ ബാക്കിയുണ്ട്. ബാക്കി ഓൾ സെറ്റ്. നമ്മള് കലാപരിപാടി അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഈ ബാഗ് അടിയിൽ വെക്കാനാ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ മുകളിൽ വെക്കുന്നുണ്ട്. ആരും എനക്ക് മണങ്ങാൻ ബുദ്ധിമുട്ടാണ് സത്യമായിട്ട്. രാവിലെ ഞാൻ മണങ്ങി എടുക്കണ്ടേ. അങ്ങനെ നമ്മള് അടിച്ചു വാരി അടിക്കൂല്ല, അടിക്കാൻ വിടൂല്ല, അല്ല ഒന്നുമില്ല. അങ്ങനെ അടിച്ചു വാരി നമ്മളെ റൂമൊക്കെ ക്ലീൻ ആക്കി സെറ്റാക്കി വെച്ചു. നമ്മളെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഒരുപാട് കഷ്ടപ്പെട്ട് റൂമൊക്കെ ക്ലീൻ ആക്കി. എന്റെ ദൈവമേ, അത് മൊത്തം വീഡിയോ എടുത്തു. ഒരുപാട് കഷ്ടപ്പെട്ട് റൂം ക്ലീൻ ആക്കിയത്. അപ്പോൾ ഇന്നലെ 2 ദിവസം കൊണ്ട് മൊത്തം വൃത്തിയാക്കിയതാണ്. നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല വീഡിയോയിൽ. തൽക്കാലത്തേക്കുള്ള നമ്മളെ റൂമിനൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ
ഞാനവിടെ എത്തട്ടെ. ഞാനെത്തിയില്ലേ? അപ്പൊ മുന്നേ ഞാനിവിടെ മണി പ്ലാന്റ് എല്ലാം വെച്ചിനി, പിന്നെ ഞാൻ ആ പരിപാടി അങ്ങ് ഉപേക്ഷിച്ചു. വെറുതെ AC കളയണ്ടല്ലേ. AC മാത്രമല്ല, കണ്ട പല്ലി, പാറ്റ, പ്രാണിയെല്ലാം ഭയങ്കരമായിട്ട് വരുന്നു. ഇത് ഞാൻ പണ്ട് റൂമിൽ വെച്ചൊരു ഡ്രീം ക്യാച്ചർ ആയിരുന്നു. അപ്പൊ ഞാൻ അത് ഉപേക്ഷിച്ചു. പിന്നെ ഈ സാധനം, ഈ മണിയടിക്കുന്നത്, ഇപ്പൊ മണിയടിച്ച ഫുള്ള് പൊടിയാണ്. ഇത് ഞാൻ മൂകാംബികയെ പോയപ്പോ വാങ്ങിയതായിരുന്നു. കാറ്റടിക്കുമ്പോ പിന്നെ ഈ സാധനം ഇതെന്തിനാന്ന് വെച്ചാല് നല്ല ഹെവി റെയിൻഫോൾ വരുമ്പോ ഇതിവിടെ ഭയങ്കര കാറ്റാണ്. ഇവിടെ പോകും, ഈ ഡോറിന്റെ ഉള്ളിലേക്ക് കൂടി റൂമിനുള്ളിലേക്ക് വെള്ളം പോകുന്നു. ഒരു ദിവസം നട്ടപ്പാതിര 2 മണിക്ക് ഉറങ്ങി വെച്ചിട്ട് ഞാൻ ബാത്റൂമിൽ മുത്തലേക്കാണ് ചെയ്യുമ്പോൾ വെള്ളം ഭാഗ്യത്തിന് വീണിട്ടില്ല. റൂം ഫുള്ള് വെള്ളം, നമ്മളെ ഷെൽഫിൽ മുട്ടാനായി വെള്ളം. അതിനുശേഷം നമ്മൾ ഇതാക്കിയത്. ഇത് ഇട്ട് കഴിഞ്ഞാല് ഒരുപാട് കുറഞ്ഞു. നമുക്ക് ഉള്ളിലേക്ക് തന്നെ പോകാം. യെസ്. അപ്പം ഇതാണ് റൂം, കംപ്ലീറ്റ് റൂം. അപ്പൊ നമ്മളെ റൂമില് ബാത്റൂം ആണ്. റൂമിന് അറ്റാച്ച് ബാത്റൂം ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തിരിയുന്നുണ്ടാവില്ല. അൾമാറ അല്ലെങ്കിൽ ഷെൽഫ് എന്ന് പറയുന്ന സംഭവം. ഈ ഡോർ തുറന്നാൽ ഇങ്ങനെ യെസ്, ദിസ് ഇസ് ദ ടോയ്ലറ്റ്. യെസ്, ചെറിയ ടോയ്ലറ്റ് ആട്ടോ. അങ്ങനെ ഗംഭീരമായ അത്രേ പറ്റൂ, അത്രേ പറ്റുള്ളൂ. എന്താ ചെയ്യാം. യെസ്, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം അവസാനിച്ചിരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം പുതിയ വീഡിയോ കാണും വരെ ബൈ ബൈ.